അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തുമായി ബിന്ദു അമ്മിണി. അയ്യപ്പ ഭക്ത സംഗമവുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ബിന്ദു അമ്മിണി ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത്. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ തന്നെയും പങ്കെടുക്കാൻ അനുവദിക്കണമെന്നാണ് കത്തിൽ പറയുന്നത്. അയ്യപ്പ ഭക്ത സംഗമത്തിന് ശേഷം ശബരിമലയിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന തനിക്കും മറ്റ് സ്ത്രീകൾക്കും കേരള സർക്കാർ സുരക്ഷയും ആവശ്യമായ ക്രമീകരണം ചെയ്തു തരണമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. ശബരിമലയിൽ യുവതികൾക്ക് ദർശനം നിഷേധിക്കപ്പെട്ടിരുന്നത് അനാചാരത്തിന്റെ പേരിലാണെന്ന് ബിന്ദു അമ്മിണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, എന്താണ് ഈ ഒരു വെല്ലുവിളിക്ക് പിന്നിൽ? തീർച്ചയായും ഈ അയ്യപ്പ ഭക്ത സംഗമം സർക്കാർ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെയും ഈ ഒരു ഗൂഢാലോചന, ഇതിന് പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങൾ ഒക്കെ തന്നെ തുറന്നു പറഞ്ഞതാണ്. അത് കൃത്യമായി തന്നെ പുറത്തേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക. അതിൽ ഇന്ന് ബിന്ദു അമ്മിണിയുടെ ഒരു തുറന്ന കത്താണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നത്. അതായത് അയ്യപ്പ ഭക്ത സംഗമത്തിൽ, അതായത് സെപ്റ്റംബർ 20 പമ്പയിൽ പിണറായി സർക്കാർ നടത്തുന്ന അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കാൻ തന്നെ അനുവദിക്കണം എന്ന് കാട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ബിന്ദു അമ്മിണി ഈ കത്ത് നൽകിയിരിക്കുന്നത്. ഈ കത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അയ്യപ്പ ഭക്ത സംഗമത്തിന് ശേഷം ശബരിമലയിലേക്ക് ദർശനം നടത്താനുള്ള അനുമതി നൽകണം തനിക്കും, അതോടൊപ്പം തന്നെ ശബരിമലയിലേക്ക് ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന യുവതികൾക്കും സർക്കാർ സംരക്ഷണയിൽ സർക്കാരിന്റെ ക്രമീകരണങ്ങളോടെ ശബരിമലയിൽ ദർശനം നടത്താനുള്ള അനുമതി ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ഇവർ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, സുപ്രീം കോടതി ഈ വിധിയുടെ മറവിൽ ഈ സർക്കാരിന്റെ ഒത്താശയോടെ പോലീസിനെ ഉപയോഗിച്ച് ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും ശബരിമലയിൽ അന്ന് കൊണ്ടുപോയിരുന്നു. സർക്കാരിന്റെ പൂർണ്ണ സംരക്ഷണത്തിലാണ് അന്ന് തങ്ങൾ പോയത് എന്നുകൂടി ഒന്നുകൂടി ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ബിന്ദു അമ്മിണി ഈ പോസ്റ്റിലൂടെ. അതുകൊണ്ട് തന്നെ ഇനിയും ശബരിമലയിൽ പോകാനുള്ള ഒരു അനുമതി തങ്ങൾക്ക് നൽകണമെന്നാണ് ഈ കത്തിൽ ഇവർ പ്രധാനമായും പറഞ്ഞു വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ വിവാദത്തിലേക്ക് തന്നെയാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം പോകുന്നത്. എന്തായാലും ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നും ശക്തമായ ചെറുത്തുനിൽപ്പ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകളുടെ നേതാക്കളൊക്കെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർ പറയുന്നത്, ഒരു കാരണവശാലും ശബരിമലയിലെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, ആ പവിത്രമായി സൂക്ഷിക്കുന്ന ആ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തച്ചു തകർക്കാൻ ഒരാളെയും ഇനി അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ സന്ദേശം അത് സർക്കാരിന് നൽകിക്കൊണ്ട് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നതിലും വലിയ വിവാദത്തിലേക്ക്, വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. വിഷ്ണു. ശരി, അരുൺ കൊടുങ്ങൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.